ഹലോ ഗായ്സ്, ഹുണ്ടായി 85A മോഡൽ ഹിറ്റാച്ചിയാണ്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. റിവ്യൂ അല്ല, മൊത്തത്തിൽ എന്താണ് ഈ സാധനം ഒന്ന് ഓടിച്ച് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ എടുത്ത് പോവാം. ഇതൊരു വെയിറ്റ് ആണെന്ന് അതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ അതിൻ്റെ അകത്തുള്ള സാധനമൊക്കെ പറഞ്ഞ അമ്പാടി നമുക്ക് ഇതിനെപ്പറ്റി മൊത്തത്തിലൊന്ന് പറഞ്ഞു തരുന്നതാണ്. അമ്പാടിയുടെ വണ്ടിയാണ്. അമ്പാടി റിച്ച് ആണ്. കാണിച്ച ഇതിന് രണ്ട് കൈപ്പിടികളാ. ഇത് ഫ്രണ്ടിലോട്ടും ഇത് ബാക്കിലോട്ടും ആകാം. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. ഈ ഗ്ലാസ് ഇങ്ങനെ പൊക്കം, ഗ്ലാസ് പൊങ്ങും. ഇത് വിട്ട് തുടക്കാൻ എടുക്കാന്ന്. അത് അവിടെ താക്കോല് ഈ റൈറ്റ് സൈഡിലാണ് ഇടുന്നത്. ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്. അതിൻ്റെ അകത്ത് പവറാണ്. യെസ്, മാക്സിമം അങ്ങനെ. പിന്നെ ഇത് AC പാട്ടിന്റെ സ്വിച്ച്. അത് മെയിൻ ആണ് ഗൈസ്. വണ്ടി ഓടിക്കണമെങ്കിൽ പാട്ടിട്ടാലേ പറ്റുള്ളൂ ഗൈസ്. ഇല്ല. പിന്നെ ഇത് ഡോസർ ബാക്ക് മറ്റേ ഇങ്ങനെ ആകുന്ന സാധനം. ഇത് പിന്നെ ബൂം താഴോട്ട്, ബൂം മേളിലോട്ട്, ചൂയിങ് സൈഡ് ചൂയിങ്. ഇത് ഈ സാധനം ഈ സാധനം മേളിലോട്ട് ബക്കറ്റ് ക്ലോസ്, ബക്കറ്റ് ഓപ്പൺ. ഓക്കെ. പിന്നെ ബാക്കിൽ അത് AC ഉണ്ട്. പിന്നെ ഇവിടെ തുറന്ന സൺറൂഫ്. ഈ വെയിലത്ത് അത് തന്നെ ഓപ്പൺ ചെയ്യണം. അതാണ്. ഓക്കെ. ഇനി വേറെന്തോന്നുണ്ട് അമ്പാടി? വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഒന്ന് ഓപ്പറേറ്റ് ചെയ്താണ്. ഇതാണ് ഹൈഡ്രോളിക് ലോക്ക്. ഇത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ വണ്ടി അനങ്ങുള്ളൂ. ഇങ്ങോട്ട് കാണിച്ചത് നമ്മൾ ഫസ്റ്റ് ഈ ലോക്ക് ഒരു പ്രാവശ്യം ഓണാക്കും. അപ്പോൾ അവിടെ ഇത് വരും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ആക്കുമ്പോൾ സ്റ്റാർട്ടാവും. എന്നിട്ട് നമ്മൾ ഈ ലോക്ക് വെച്ചോണ്ട് ആക്കിയ അനങ്ങൂല. നമ്മൾ എന്ത് ചെയ്താലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങൂല. പക്ഷെ ലോക്ക് ഇളക്കിയിട്ട് നമ്മൾ വണ്ടി മൂവ് ചെയ്താൽ മൂവ് ആവും. പിന്നെ ഇത് ഡോസർ. ഇത് ഇപ്പം ഇവിടെ ചേട്ടൻ നാല് വഴിക്ക് പോകണം കാണിച്ചത് വേണ്ട. അയ്യോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. അത് സംഭവം ഇതിന്റെ കാലുണ്ടല്ലോ, ഈ ചങ്ങല തേങ്ങ, ആ സാധനം അനക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ വണ്ടി അല്ല, ഇതിപ്പം വണ്ടി തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ബാക്കിലോട്ട് ആക്കുമ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് പോകും. എന്നാ വണ്ടി നൂത്തിട്ടാണ്. വണ്ടിയിലോട്ട് പോട്ട് നോക്കണമെങ്കിൽ പിടിച്ചോണ്ടേ. ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ഇൻഷുറൻസും ക്ലെയിം ഒന്നും ഇല്ല, സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. ഓക്കെ, പതുക്കെ. ഇപ്പം വണ്ടിയുടെ ഫ്രണ്ട് ഡോസർ. ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞ ഡോസർ. കാലിന്റെ ഇടയിൽ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ പൊക്കുമ്പോൾ ഡോസർ പൊങ്ങും. ഈ സാധനമാണ് ഗായ്സ് ഡോസർ. ഡിനോസറിന്റെ കൈ. അത് തന്നെ സംഭവം. വണ്ടി പൊങ്ങിക്കുന്നുണ്ട്. താഴെ നോക്കി വണ്ടി നല്ല വൃത്തിയാക്കി പൊങ്ങി നിൽക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കിയ വണ്ടി ഇപ്പൊ നമ്മള് വണ്ടി കാണാൻ എന്ത് സുന്ദരമാണ്. തുറക്കണ്ട, വെയില് അത്ര പട്ടി. ഇപ്പൊ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. കിടക്കുന്ന വണ്ടിയുണ്ട്, അത് എന്റേതാണ്. അതിന്റെ ഇടയ്ക്ക് ഫ്രീ പ്രൊമോഷൻ. പിന്നെന്താണ് ഗൈസ്, ഇതിനകത്ത് ഈ 3 മോഡ്സ് ഉണ്ട്. പവർ മോഡ്, വർക്ക് മോഡ്, ട്രാവൽ മോഡ്, ഓട്ടോ ഡെക്ക്. ഈ ഓട്ടോ ഡെക്ക് എനിക്ക് വണ്ടി ഓട്ടി അറിയാമോ? ഇത് മെനു. ഇത് സൗണ്ട് ഇല്ലാതാകും പറഞ്ഞ സൗണ്ട് ഇല്ലാതാവൂല. പിന്നെ ഇത് എസ്കേപ്പ്. അത് പതുക്കെ ഓടുള്ളൂ. ഈ പവറിലിട്ടാൽ വണ്ടി ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് ശകലം ഒന്ന് ഭൂമി താത്തു കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര സ്പീഡിന് താരും. ഇട്ടാണ് അത് ഇട്ടാ എനിക്ക് പേടിയാണ്. ഞാൻ ഓടിച്ചില്ല. ഇത് ലൈറ്റുകൾ, ഇവിടുത്തെ ലൈറ്റ്, എടുത്ത ലൈറ്റ്. ഇത് ഫോൺ ചാർജിന് വെക്കാനുള്ള ചാർജർ കേബിൾ. അത് മെയിൻ ആണ് കഴിച്ചത്. അത് നോട്ട് ചെയ്ത് വെച്ചോ. വണ്ടി ഓടിക്കാരോടെങ്കിലും ചാർജിനെങ്കിലും ഇട്ട് ആരെങ്കിലും വിളിക്കെങ്കിലും ചെയ്യാം. പിന്നെ ചാവി നമ്മൾ ഇങ്ങനെ കുറച്ച് വെച്ചാൽ സൗണ്ട് കുറയും. കൂട്ടി വെച്ച് കൊടുത്താൽ സൗണ്ട് കൂടും. കൂടി ഞാൻ കുറേ ചെയ്യുന്നുണ്ട്. കണ്ട, നമ്മളിങ്ങനെ ഇതിൽ തൊടുമ്പോൾ സൗണ്ട് കൂടും. മോഡിലോട്ട് പൊക്കുന്നു, പിന്നെ സൗണ്ട് കൂടും. സിമ്പിളാണ് ഗൈസ്. ഇതെന്നിട്ട് ഈ സാധനം ഇങ്ങനെ ആക്കുമ്പോൾ പറന്നു പോകും. അവിടെ നമ്മൾ ഇതിനോട് കാത്തു വെച്ചെടുത്താൽ പിന്നെ ഇതിലൊരു ആപ്പും ഇല്ല. ഭൂമെല്ലാം നിൽക്കുമല്ലേ? ഭൂമിന്റെ ഫ്രണ്ട് ബാക്ക് എല്ലാ സാധനവും നിൽക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ചാക്കൊന്ന് ഇങ്ങോട്ടാക്കിയ എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഇതിന് ബ്രേക്ക് ഉണ്ടോ? എവിടെ ഉണ്ട്?
ഈ ഡോസറാണ് ഇതിന്റെ ബ്രേക്ക്. ഓ അത് അനക്കിയില്ലെങ്കിൽ അവിടെ നിൽക്കും. ഈ സാധനം എടുത്ത് താത്ത് വെച്ചിട്ട് ഈ സാധനം അനക്കിന്ന് പറഞ്ഞാൽ അനങ്ങൂല. ഓ അതായത് ഈ സാധനം താത്ത് വെക്കുന്നതാണ് ഇതിന്റെ ബ്രേക്ക് ഗൈസ്. പിന്നെ താഴെ പോയിട്ടുള്ള വ്യൂസ് ഒന്നോട്ട് നോക്കൂ ഗൈസ്. ഇനി ഞാൻ ഇറങ്ങട്ട്. കറക്കല്ല് ഭൂമൊന്നും എന്റെ തലയിലൊന്നും ഇടിക്കുന്നു. ഗൈസ് ഇതാണ് മറ്റേ ഡോസർ ഇടുമ്പോഴത്തേക്കും ആ വണ്ടി ഇതാണ് സ്റ്റെബിലൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഭൂമൊക്കെ ഇതണക്ക് നല്ല ഹൈറ്റിൽ പോകും ഗൈസ്. ഇത്രയും പൊക്കത്തിൽ നമുക്ക് ഇടിക്കാനൊക്കെ പറ്റും. റൊട്ടേഷൻ ഗൈസ് ഇത് കണക്ക് സ്മൂത്തായിട്ട് വണ്ടി ഉയര ഭാഗത്തോട്ടൊക്കെ മലയുടെ മണ്ടലൊക്കെ ഈസി ആയിട്ട് കയറിപ്പോവും. നല്ല വണ്ടിയാണ്, നല്ല പവർഫുള്ളാണ്. എന്തായാലും കൊള്ളാം. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ബെല്ലൈക്കണും കൂടെ ഒന്ന് കുത്തി പൊട്ടിച്ചെന്നെങ്കിൽ അടിപൊളിയായേനെ.